ചെറുക്കനും വരുന്ന കരുതിയത്. പക്ഷെ അതിനൊരു തടസ്സം ഉണ്ടാക്കിയല്ലേ? ദേ, പ്രിയങ്ക എപ്പോഴും കല്യാണത്തിന് സമ്മതിക്കില്ലെന്നാ പറയുന്നത്. അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ നല്ല സന്തോഷത്തിലാ. അവരുടെ സന്തോഷം കെടുത്തിക്കളയോ കൃഷ്ണ? ഈ ചെറുക്കനെ തന്നെ അവൾക്ക് കൂട്ടിച്ചേർത്ത് വെക്കണേ. ആളെ കണ്ടില്ലല്ലോ, ഞാനും കണ്ടില്ല. കണ്ണും കാണുമ്പോ എനിക്കും കണ്ടാ മതി. ദാ, ഈ ഫോട്ടോയിലുള്ള ആളെ കാണുമ്പോ അവള് എനിക്ക് ആളെ തന്നെ മതിയെന്ന് പറയണം. എടി, നീ ഫോട്ടോ കണ്ട് എന്ത് ചെയ്യും ഇവിടെ? അത് ഭഗവാന്റെ മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കാൻ. അതാണോ നിന്നോട് പറഞ്ഞത്? അവളെ കാണിക്കാനല്ലേ? എടുത്തു നോക്കിയിട്ട് എന്തെങ്കിലും കുറവ് കണ്ടുപിടിക്കാനുണ്ടാവും. അതൂടെ ചെന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ അവക്ക്. വന്നവരുടെ നില കണ്ടപ്പോ സഹിക്കുന്നില്ല നിനക്ക്, അല്ലേ? മുത്തശ്ശി, ഞാൻ എത്ര സന്തോഷത്തോടെ ഇതൊക്കെ ചെയ്യുന്നത്. പ്രിയങ്കയ്ക്ക് ഒരു നല്ല ജീവിതം കിട്ടിയാ അതിൽ ഞാൻ സന്തോഷിക്കല്ലേ ഉള്ളൂ. ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത് സങ്കട. കുറച്ച് സങ്കടം ഒക്കെ ആയിക്കും. അല്ലാതിരിക്കാൻ നിനക്ക് വേറെ അവകാശമൊന്നും ഇല്ലല്ലോ ഇവിടെ. അതില്ല, പക്ഷെ വന്നവരുടെ മുന്നില്. ഓ, വേലക്കാരി എന്ന് പറഞ്ഞതായിരിക്കും നിനക്ക് കുറച്ചിലായത്. തെണ്ടിക്കേറി വന്നതാണ്. ചെല്ലും ചെലവും കൊടുത്ത് കൂടെ നിർത്തിയിരിക്കാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അതെ, എന്റെ ഔദാര്യമായിട്ട് കണ്ടാ മതി. ഇങ്ങോട്ട് താടി, എന്റെ മോക്ക് ഞാൻ കാണിച്ചു കൊടുത്തോളാം. ഇപ്പൊ സമാധാനായല്ലോ? എന്തിനാ ഇങ്ങനെ കൂടെ കൂടെ എന്നെ ഇതൊക്കെ കേൾപ്പിക്കുന്നെ? മോളെ, ഉറങ്ങിയോ? ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മുടെ പരമ്പരയിൽ എത്രയോ പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ആർക്കും തന്നെ ഇങ്ങനെ ഒരു മഹാഭാഗ്യം വന്നിട്ടില്ല. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കുട്ടിയെ കണ്ട് അവരുടെ ചെക്കൻ ഭ്രമിച്ചു പോയതല്ലേ. എന്റെ കുട്ടിക്ക് ആളുടെ ഫോട്ടോ കാണണ്ടേ? എനിക്ക് കാണണ്ട. നല്ല ചന്തമുണ്ട്, പരമയോഗ്യനാ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? അയ്യോ, അമ്മ എന്തിനാ ഇവിടെ ഇങ്ങനെ താലോലിക്കാനിരിക്കുന്നെ? ഈ കല്യാണത്തിന് എങ്ങാനും നീ സമ്മതിച്ചില്ലെങ്കിലുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. നിന്റെ മനസ്സിൽ വലിയ വലിയ ഒരുപാട് കണക്കുകൂട്ടലുകളുണ്ട്. നിന്നെ പോലത്തെ ഒരുപാട് പെൺകുട്ടികള് ഇത്തരം മോഹങ്ങളൊക്കെ വെച്ച് വീട്ടുകാരെ എതിർത്തിറങ്ങിയിട്ടുമുണ്ട്. എന്നിട്ട് എല്ലാവരും ജയിച്ചിട്ടുണ്ടോ? ഒന്നോ രണ്ടോ പേര് ജയിക്കും, പക്ഷെ തോറ്റവര് ലക്ഷക്കണക്കിനാ. ഞാൻ അങ്ങനെ തോൽക്കണ്ട. ജയിക്കാൻ എനിക്കറിയാം. അങ്ങനെ ഇപ്പൊ ഞങ്ങളെയൊക്കെ തോൽപ്പിച്ചിട്ട് നീ ജയിക്കണ്ട. ദേ അമ്മേ, നാളെ അവരുടെ വീട്ടിലേക്ക് വിവരം അറിയിക്കാൻ പറഞ്ഞിട്ടുള്ളതാ. ഇവള് ഫോട്ടോ കണ്ടാലും ശരി ഇല്ലെങ്കിലും ശരി സമ്മതാണെന്ന് തന്നെയാ പറയാൻ പോന്നെ. നീ എന്തിനാ എന്റെ കുട്ടിയെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? അവളത് സമാധാനത്തോടെ നോക്കിക്കൊള്ളും. അല്ലെങ്കിലും പെൺകുട്ടികൾ കെട്ടാൻ പോന്ന പയ്യന്റെ ഫോട്ടോ ഒറ്റയടിക്ക് നോക്കില്ലല്ലോ. ഒരു നാണമൊക്കെ കാണില്ലേ? ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്റെ കുട്ടിയെ. എതിർത്ത് എന്തെങ്കിലും പറഞ്ഞ നീ അങ്ങോട്ടേക്ക് വാ, കാണിച്ചു തരാം ഞാൻ. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, മോൾ അതൊന്നും കാര്യമാക്കണ്ട. ദേ ഇരിക്കുന്ന ഫോട്ടോ നിനക്ക് സൗകര്യമുള്ളപ്പോ എടുത്തു നോക്കിക്കോ. ഒരു കാര്യം മോള് മനസ്സിലാക്കിക്കോ, ചിലപ്പോ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതുമൂലം നഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ അതിനേക്കാളൊക്കെ ഉയരത്തിലാ നീ ഇപ്പൊ എത്തിപ്പെടാൻ പോകുന്നത്. കണ്ണിൽ കണ്ടവരുടെ പിന്നാലെ അലഞ്ഞു നടക്കുന്നതിലും ഭേദം നിന്റെ കൽപ്പന കേൾക്കാനും അനുസരിക്കാനുമുള്ള ആളുകളുടെ അടുത്തേക്ക് പോകുന്നതാ. പറഞ്ഞത് മനസ്സിലായോ എന്റെ കുട്ടിക്ക്? ഇഷ്ടപ്പെടും. എന്റെ കുട്ടിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
ഹലോ, ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ, ഒന്ന് വിളിച്ചാലോ ഒന്ന്. സുന്ദരികളായ പെൺകുട്ടികളെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കാൻ ഒരു സുഖാണല്ലോ. ഞാൻ ഇവിടെ ദേഷ്യം വന്ന് കലിമൂത്ത് നിക്ക, അതിനിടയിലാ തമാശ പറയുന്നത്. എന്നാ തമാശ വേണ്ട, അല്പം സീരിയസ് ആവാം. എന്നെ ഇവിടെ പെണ്ണ് കാണാൻ കുറെ ആൾക്കാർ വന്നിരുന്നു. ഓ, എന്നിട്ട്? എന്നിട്ടെന്താ, വന്നവർക്ക് മുഴുവൻ എന്നെ അങ്ങ് ഇഷ്ടമായി. ദേവനാരായണൻ തിരുമേനിയുടെ അച്ചടക്കമുള്ള മോള്, അതാ എനിക്ക് തന്ന ബഹുമതി. കല്യാണത്തിനൊന്നും നിക്കണ്ട, വേണമെങ്കിൽ ഇപ്പൊ തന്നെ എന്നെ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെയാ അവര് പറയുന്നത്. വന്നവരാരായാലും അങ്ങനെ പറഞ്ഞതിൽ അത്ഭുതമൊന്നുമില്ല. നിന്നെ പോലെ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ട ആരാ അങ്ങനെ പറയാതിരിക്കാ? ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നീ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ അടിച്ചു നിന്റെ പല്ല് ഞാൻ താഴെ ഇട്ടേനെ. അയ്യോ, ചതിക്കല്ലേ. എന്റെ ഈ മുഖത്ത് നല്ല ചിരി കൊണ്ടല്ലേ ഞാൻ പിടിച്ചേക്കുന്നത്. അതും നിന്നെ പോലുള്ള സുന്ദരിമാർക്കൊക്കെ പ്രിയപ്പെട്ട ചിരിയല്ലേ. അതവിടെ ഇരിക്കട്ടെ. ശരത്തെ, ഐ എം സീരിയസ്. അച്ഛൻ വാക്ക് കൊടുക്കാൻ നിൽക്കുക, അതിനു മുൻപ് ഞാൻ അഭിപ്രായം പറയണം. ഇനിയിപ്പോ വേറെന്ത് ചെയ്യാനാ? കേട്ടാത് പറ. ഞാൻ ഫോൺ വെക്കുക. അയ്യോ, വെക്കല്ലേ വെക്കല്ലേ. സ്വസ്ഥത നഷ്ടപ്പെട്ടപ്പോഴാ നിന്നെ വിളിച്ചത്. ഇതാണ് മറുപടിയെങ്കിൽ നിന്നെ വിളിച്ചിട്ടും കാര്യമില്ല. ഞാൻ എന്റെ ലക്ഷ്യങ്ങളൊക്കെ മറന്നു കളയണോ അല്ലേ? ഏതെങ്കിലും അടുക്കളയിൽ പോയി ചുരുണ്ട് കിടക്കണോ അല്ലേ? ആര് പറഞ്ഞു വേണമെന്ന്? പിന്നെ ഇപ്പോ എടുത്തുചാട്ടമല്ല, അല്പം ബുദ്ധിയാ പ്രയോഗിക്കേണ്ടത്. ഓഡിഷൻ കഴിഞ്ഞ സിനിമയ്ക്ക് നമ്മളെ വിളിക്കണമെങ്കിലേ കുറച്ചുകൂടി സമയമെടുക്കും. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ചാടായിരുന്നു. ഇതിപ്പോ കുറച്ചു ദിവസം പിടിച്ചെന്നല്ലേ പറ്റൂ. എങ്ങനെ? വീട്ടിൽ നിന്ന് ചാടുന്നവരെല്ലാം കുടുംബക്കാരെ പറ്റിക്കാറുണ്ട്, അതുപോലെ പറ്റിക്കണം. സമ്മതം പറഞ്ഞതുകൊണ്ട് നാളെ രാവിലെ തന്നെ വിവാഹം നടക്കണമെന്ന് പോകുന്നില്ലല്ലോ. പിന്നെ നിശ്ചയം നടക്കണം, കല്യാണം നടക്കണം, അങ്ങനെയല്ലേ? അതിനിടയിൽ നമ്മുടെ സിനിമ ശരിയാവും, നമ്മൾ ചാടും. പക്ഷേ അതുവരെ ഒരു കാര്യം ചെയ്യും, ഈ സമ്മതം ചോദിക്കുന്നത് നിശ്ചയം നടക്കുന്നതെല്ലാം ഒരു ഓഡിഷൻ പ്രോസസ് ആണെന്ന് ചിന്തിക്കും. ഒരു ഡയറക്ടർ അഭിനയിക്കാൻ പറഞ്ഞാൽ ഇതൊക്കെ നീ ഈസി ആയിട്ട് ചെയ്യില്ലേ? അതുപോലെ അച്ഛനമ്മമാരുടെ മുമ്പിൽ അഭിനയിച്ചാൽ കൊഴിപ്പിക്കണം. തൽക്കാലം നീ നിന്റെ അച്ഛനമ്മമാരെ വെറുപ്പിക്കാൻ വേണ്ട, നീ നിന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുകയും വേണ്ട. ഓക്കെ. പക്ഷേ ഫിലിമിന്റെ കാര്യം പെട്ടെന്ന് റെഡിയാവുമല്ലോ അല്ലേ? അതിൽ സംശയമേ വേണ്ട. ഡയറക്ടർ അത്രയ്ക്ക് ഇംപ്രസ്ഡ് ആയില്ലേ? ഇനി അഥവാ ഡയറക്ടർ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ സൗകര്യം കൊടുക്കും അയാൾക്ക്. അപ്പോ തൽക്കാലം മൂവ് ആവാം അല്ലേ? ധൈര്യമായിട്ട് മൂവ് ആയിക്കോ. നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് മോശമായിട്ടുള്ള ഒരു പ്രസന്റ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ ഓക്കെ. ബൈ. അച്ഛനും അമ്മയും പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. നീ ആള് സുന്ദരനാ, കണ്ടാൽ ഏത് പെണ്ണിനും ഇഷ്ടപ്പെടും. പക്ഷേ നീ എന്നെ വിവാഹം കഴിച്ചാല് ഞാൻ നിന്റേത് മാത്രമായിപ്പോ. എനിക്കതിന് പറ്റില്ല. എനിക്ക് ഈ നാടിന്റെ സ്വന്തം ആവണം. പറ്റുമെങ്കിൽ ഈ ലോകത്തിന്റെ തന്നെ സ്വന്തം ആവണം. അതുകൊണ്ട് ഐ എം സോറി. ഗുഡ് ബൈ. ഇനി നടക്കാൻ പോകുന്നതൊക്കെ പ്രിയങ്കയുടെ റിഹേഴ്സൽ, ഡയറക്ടേഴ്സ് റിഹേഴ്സൽ. ഏട്ടാ, അവരെ കാണുന്നില്ലല്ലോ. ഏട്ടാ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എന്ത് പ്രശ്നം? അവര് യുദ്ധത്തിനൊന്നും അല്ലല്ലോ പോയത്, നിനക്ക് പെണ്ണ് കാണാനല്ലേ. അതെ, പക്ഷെ വൈകുമ്പോ എനിക്ക് എന്തോ ഒരു ടെൻഷൻ.
എനിക്ക് തോന്നുന്നതേ പെണ്ണ് കാണൽ മാത്രമല്ല, വിവാഹം ഉറപ്പിക്കൽ കൊണ്ട് കഴിഞ്ഞേ അവര് തിരിച്ചു വരുമെന്നാ. ആ, ദേ വന്നെന്ന് തോന്നുന്നു. ഏട്ടത്തി എന്തായി? എന്താവാൻ, നിനക്ക് ചെന്ന് പെടാൻ തോന്നിയ സ്ഥലം എന്തായാലും ഗംഭീരായിട്ടുണ്ട്. മോനെ, ഒരുപാട് മുറിവുണ്ടോടാ? ഇല്ലമ്മേ, ചെറിയൊരു മുറിവേ ഉള്ളൂ. എന്ത് പണിയാടാ നീ കാണിച്ചത്? തനിച്ച് കസേരയിൽ നിന്ന് എഴുന്നേക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ പോട്ടെ, നിങ്ങൾ പോയ കാര്യം എന്തായി? മുത്തശ്ശി, എന്താ ഒരു സന്തോഷമില്ലാത്തത്? സാമ്പത്തികമായിട്ട് നമുക്ക് താഴെയാണെങ്കിലും അഭിമാനമുള്ള കുടുംബമല്ലേ തിരുമേനിയുടേത്. പെണ്ണ് കാണാൻ ചെറുക്കൻ എത്തുന്നില്ല എന്ന് പറഞ്ഞാല് നമ്മളെ കുറിച്ച് അവരുടെ ധാരണ എന്തായിരിക്കും? നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ പറ. ആ, പറയുകയൊക്കെ ചെയ്തു. എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ലല്ലോ. അല്ലമ്മേ, വരുൺ എത്താത്തത് കൊണ്ട് അവര് ബന്ധം പറ്റില്ലെന്ന് പറഞ്ഞോ? ആ, ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാ. ഏട്ടന് അപകടം പറ്റിയിട്ട് അതിന്റെ പേരിൽ ഞാൻ മാറി നിന്നത് മനസ്സിലാവാത്ത കൂട്ടരാണെങ്കിൽ അവര് അവരുടെ വഴിക്ക് പൊക്കോട്ടെ. ആ, ഞാൻ എന്തായാലും തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഏട്ടാ, ദേ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഇത്രയൊക്കെ വിലയുള്ളൂ. എടാ, ഞങ്ങള് പെൺകുട്ടിയെ കണ്ടു. എനിക്ക് അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അന്തസ്സുള്ളൊരു കുടുംബം. നീ ഏട്ടന്റെ കൂടെ നിക്കാന്ന് പറഞ്ഞപ്പോ അതിനവര് പരാതി പറയല്ല ചെയ്തത്. എന്താ? അത് നിന്റെ മനസ്സിന്റെ വലിപ്പമാണെന്നാ പറഞ്ഞത്. എടാ, നീ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ശരിക്കും കൃഷ്ണന്റെ രാധ തന്നെയാ അവള്. ഓ, എന്താ മുത്തശ്ശി, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നാ. അവന്റെ തുള്ളിച്ചാട്ടം കണ്ടോ? ഞങ്ങൾക്ക് എല്ലാവർക്കും അവളെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ കുടുംബത്തിന് ചേരും. ഇവിടുന്ന് പോയവർക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതി വിവാഹം ഇപ്പൊ തന്നെ നടക്കുമെന്ന് ആരും കരുതണ്ട. ആ പെൺകുട്ടിയുടെ അഭിപ്രായം ആരും ചോദിച്ചിട്ടില്ല. അവളുടെ അഭിപ്രായത്തിനാണെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അവൾ പറഞ്ഞൊന്നും നീ കാര്യമാക്കണ്ട. നിന്നെ പോലെ ഒരാളെ ഏത് പെൺകുട്ടിയെ വേണ്ടെന്ന് വെക്ക. എടാ, നിന്റെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും പ്രിയങ്ക മോൾ ഇപ്പൊ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. സന്തോഷായിരിക്കണം. പ്രിയേ, പ്രിയേ, പയ്യന്റെ ഫോട്ടോ നോക്കി ഇറങ്ങിപ്പോയതാ? പ്രിയേ, എന്താ? നിന്റെ ചെക്കന്റെ ഫോട്ടോ ഞാൻ കണ്ടില്ല, ഒന്ന് കാണിച്ചേ. ഓ, ഇനി അതാരും കാണണ്ട. ഒന്ന് എടുത്ത് താ പെണ്ണേ. ചേച്ചി ഒന്ന് പോകുന്നുണ്ടോ? മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. നീ എടുത്ത് തരണ്ട, ഞാനേ എടുത്ത് നോക്കിക്കോളാം.
കൊണ്ടാ പ്രിയ വെച്ചിരിക്കുന്നെ? ദൈവമേ. അയ്യോ, എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നെ? നീ ഫോട്ടോ കീറിക്കളഞ്ഞോ? ഇതെന്തിനാ കീറിയത്? പിന്നെ എന്ത് ചെയ്യണം? ചില്ലിട്ട് വെച്ച് പൂജിക്കണം. കഷ്ടായിപ്പോയി. ഈ വീട്ടില് ഞാൻ മാത്രമേ ഈ ഫോട്ടോ കാണാത്തായിട്ടുള്ളൂ. ഞാൻ കൊതിയോടെ ഓടി വന്നത് അറിയോ? അത്രയ്ക്ക് കൊതിയാണെങ്കിലേ അയാളെ നേരിട്ട് വിളിച്ച് കണ്ടോ. എന്നിട്ട് പറ്റുമെങ്കിൽ ചേച്ചി തന്നെ അയാളെ കെട്ടിക്കും. എന്റെ തലേന്ന് ഒഴിഞ്ഞു കിട്ടുമല്ലോ. ദൈവദോഷം പറയാതിരിക്കെ. ഞാനിതൊന്ന് നോക്കട്ടെ, കൂട്ടി ഒട്ടിക്കാൻ പറ്റുമെന്ന്. ഇതെവിടെ കേറിയിട്ടത് അച്ഛനും അമ്മയും കണ്ടാലുണ്ടല്ലോ. ദേ, ഇത് അവരോട് പോയി പറഞ്ഞാലുണ്ടല്ലോ, അപ്പോഴെന്റെ സ്വഭാവം മാറാൻ പോകുന്നത്. ഈ പൊട്ടൻ എവിടെ വെച്ച എന്നെ കണ്ടെന്നറിഞ്ഞൂടാ, എപ്പോഴാ ഇഷ്ടം തോന്നിയെന്നും അറിഞ്ഞൂടാ. ഇക്കാലത്തുണ്ടോ ഇങ്ങനെ ദിവ്യ പ്രണയരോഗികള്? പ്രണയരോഗികൾ എന്നല്ല പറയേണ്ടത്. ഇതാണ് ദിവ്യമായ പ്രണയം, മാന്യമായിട്ടുള്ള പ്രണയം. മണ്ണാങ്കട്ട ഒന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ? അല്ലെങ്കിലും ഇതൊട്ടിച്ചു നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. കണ്ടോ, ആളെ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെ മതി. ചേച്ചി എല്ലാത്തിനും ലക്ഷണം പറയുന്ന ആളല്ലേ. ചിലപ്പോ അധികം വൈകാതെ ഇയാൾ ഈ കോലത്തിലാവാനും സാധ്യതയുണ്ട്. മിണ്ടാത്തവിടെ കിടന്നു. എന്റെ കൃഷ്ണ, കയ്യിൽ കിട്ടിയ ഫോട്ടോ ഒന്ന് നോക്കാതെ പോലും കണ്ണന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവന്നതല്ലേ. എന്നിട്ട് എന്നെ മാത്രം എന്താ കാണിക്കാതിരുന്ന? അല്ല, എന്തിനാ എന്നോട് ഇത്ര കുറുമ്പ് കാണിക്കുന്നത്? എന്റെ കൃഷ്ണ, എന്താ ഏട്ടാ പെട്ടെന്ന് എല്ലാരോടും കൂടി എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു? വരുണിന്റെ കല്യാണത്തോടെ ചില കാര്യങ്ങൾക്ക് വ്യക്തമായൊരു തീരുമാനം ഉണ്ടാക്കണം. ഇത്രയും കാലം ഞാൻ വിശ്രമമില്ലാതെ പണിയെടുക്കുകയായിരുന്നു. ഇനി അങ്ങനെ ഒരു ഓട്ടം വയ്യ. ബിസിനസ് കാര്യങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നതിനെക്കുറിച്ച് ഞാൻ സീരിയസ് ആയി ചിന്തിക്കുകയാണ്. പരമേശ്വരൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോ ആ സ്ഥാനത്ത് ഒരാൾ വേണമല്ലോ. അതിനെന്താമേ, ചന്ദ്രേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. ഏട്ടന് പകരമാവാൻ ചന്ദ്രേട്ടൻ എന്തുകൊണ്ട് യോഗ്യനല്ലേ? ഏട്ടാ, ഏട്ടന് പകരക്കാരനാകാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ വിശ്രമ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഏട്ടൻ തയ്യാറാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി നടത്തിക്കോളാം. ഞാനതല്ല ഉദ്ദേശിച്ചത്. ചന്ദ്രശേഖരൻ ഗൗതമും ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ തുടർന്നും ചെയ്തുകൊള്ളുക. എന്നെങ്കിലും ഒരിക്കൽ ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എല്ലാം സൂര്യ ആയിരിക്കണം ഏൽപ്പിക്കേണ്ടതെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കാര്യത്തിന് വിധി അനുവദിച്ചില്ലല്ലോ.
പരമേശ്വരൻ മാറുന്ന സ്ഥലത്ത് വരും. അതാ പരമേശ്വരന്റെ തീരുമാനം. അതെങ്ങനെയാ? വിദേശത്തേക്ക് ഇനി പോകണ്ടെന്ന് ഇത്രയും നാളും നമ്മളൊക്കെ അവനോട് പറഞ്ഞതല്ലേ? അവൻ കേട്ടോ? വരുൺ ഒരു കാരണവശാലും ഇതിന് സമ്മതിക്കില്ല. കല്യാണം കഴിഞ്ഞ് ഇവിടെ കുറച്ചു ദിവസം വരുൺ നിന്നു. അത് കഴിഞ്ഞ് അവൻ ഇവിടുന്ന് പോവും. ഇക്കാര്യത്തില് നമ്മൾ എല്ലാവരും ചേർന്ന് അവനെ നിർബന്ധിക്കണം.